പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവിടുന്ന് മരിച്ച മണ്ണിന്റെ അടിയിലേക്ക് അവൻ ചെല്ലുന്ന സമയത്ത് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചവനാണെങ്കിലും അവന്റെ പിന്നാലെ വരുവൻ ആരുണ്ടാവൂല. അവന് സ്നേഹം കൊടുത്ത് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വരൂല. മാൻ പവറും മസിൽ പവറും മണി പവറും വരാത്ത ഖബറ്, 6 അടി മണ്ണിന്റെ ആഴങ്ങളിലേക്ക് ഞാനും നിങ്ങളും പതിക്കപ്പെടുമ്പോ, ഏതെങ്കിലും പള്ളിപ്പറമ്പിന്റെ 6 അടി മണ്ണിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി വെക്കപ്പെടുമ്പോ, നമ്മളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് അവിടുന്ന് ഉപയുക്തമായ രീതിയിൽ അല്ലാഹുവേ 3 കാര്യങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ട് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ മരിച്ച പള്ളിക്കാട്ടിന്റെ ഉള്ളറകളിലേക്ക് ഓയൂർ മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ എന്റെ മുൻഗാമികൾ മഞ്ചവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് ഖബറിന്റെ ഇടയിലേക്ക് ഒരു ഖബർ കുത്തിയിട്ട് 6 അടി മണ്ണിന്റെ ആഴങ്ങളിൽ എന്നെ പതിക്കപ്പെടുമ്പോ, എന്നെ 3 കാര്യങ്ങൾ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. എന്നെ 3 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഹെൽപ്പായി അവിടെ കടന്നു വരികയുള്ളൂ. അതിലൊന്നാമത്തത് സ്വദഖത്തുൽ ജാരിയ, ജാരിയായ സ്വദഖകളാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞത് ഇൽമുൻ ഇൻതഫഉ ബിഹി, ഉപയുക്തമായി പഠിച്ച് പകർത്തി പ്രവർത്തിച്ച ഇൽമുകള് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് സൽപന്താവിലേക്ക് സൽവഴികളിലേക്ക് മനുഷ്യനെ സഞ്ചരിപ്പിച്ചു പോയ പരിശുദ്ധമായ അറിവുകള്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞതാണ് എന്റെ ഇവിടുത്തെ വിഷയം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 6 അടി മണ്ണിൽ നിന്ന് അകന്നു പോകാൻ ആർക്കെങ്കിലും അവിടുന്ന് കഴിയുമോ? പൊന്നുമോനെ, ഇന്നലകളിൽ കാൽപന്ത് കളിക്കാൻ നിന്റെ കൂടെ ഇഷ്ടത്തോടനായി വന്ന പലരും 6 അടി മണ്ണിന്റെ ആഴങ്ങളിൽ കാലുകളൊന്ന് അടക്കി പിടിച്ച് കാലുകളൊന്ന് അനക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ട്. ഇതുപോലൊരു കിടത്തം നിനക്കും ഉണ്ടാവും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, കൺകുളിർമയുള്ള മക്കൾ എന്ന് പറയുന്ന വിഷയം കേൾക്കാൻ എന്റെ മുന്നിൽ തടിച്ചുകൂടിയ ബദിയടുക്കയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, മൂന്നാമതായി ഒരു മനുഷ്യനെ പിന്തുടരുന്നത്, അവന് മൂന്നാമതായി അവന്റെ ഖബറിൽ അല്ലാഹു തആല എത്തിക്കുന്നത് ഔലാദുൻ സാലിഹുൻ യദഊ ലഹു, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. എന്റെ മക്കൾ അവിടുന്ന് പാതിരാവിൽ എനിക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. അല്ലാഹുവേ, ഇന്നലകളിലെ രാവന്തിയോളം എനിക്ക് വേണ്ടി പടിയെടുത്ത് എനിക്ക് എന്നെ പോറ്റി വളർത്തിയ, എനിക്ക് മിഠായി മേടിച്ചു തന്ന, എനിക്ക് വേണ്ടതെല്ലാം തന്ന എന്റെ പൊന്നുപ്പ ഖബറിലാണ്. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങവട്ടം പോലും ഇല്ലാത്ത 6 അടി മണ്ണിന്റെ ഇരുട്ടിന്റെ ആഴിയിൽ എന്റെ പൊന്നുപ്പ ഒറ്റപ്പെട്ടു പോയി. നാഥ, നീ ആ പൊന്നുപ്പാന്റെ ഖബറ് വെളിച്ചമാക്കണമെന്ന് അല്ലാഹുവേ, എന്റെ പൊന്നു മക്കൾ വന്ന് ദുആ ചെയ്യുമ്പോ ആ മക്കളുടെ ദുആയല്ലാതെ ഈ ദുനിയാവിലൊന്നും എനിക്ക് നാളെ ഖബറിൽ കിട്ടാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾക്ക് ആ മക്കളുടെ ദുആ അല്ലാതെ ദുനിയാവിലും നാളെ ആഖിറത്തിലൊന്നും തന്നെ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. ആ ദുആഇന്റെ തേരേറി സിറാത്ത് അവിടുന്ന് വിജയിക്കണോ? അതിന് നമ്മുടെ മക്കള് സ്വാലിഹായ മക്കളായി വളരണോ? ഖബറിന്റെ ആഴങ്ങളിൽ അദാബിനെ നേരിടാതെ സ്വർഗത്തിന്റെ സൽപന്താവിൽ നമ്മുടെ റൂഹ് വിരാജിക്കണമെങ്കിൽ അൽഹംദുലില്ലാഹ്
നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി സംസ്കാരത്തിന്റെ സൽവഴിയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയാ, വിശുദ്ധ ഖുർആനിന്റെ ഭാഷ ഖുർറത്തു ഐൻ എന്നാണ്, മക്കൾ കൺകുളിർമയുള്ളതെന്നാണ് ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തിയത്. മഹാന്മാരവിടുന്ന് പറയാണ്, കൺകുളിർമയുള്ള മക്കളായി നമ്മുടെ മക്കൾ അവിടുന്ന് വളരണമെങ്കിൽ 4 കാര്യങ്ങൾ അവർക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കണം. അവരോടുള്ള ബാധ്യതകളാണെന്ന് മഹാരഥന്മാരവിടുന്ന് പറയുകയാണ്. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, മക്കൾക്ക് വേണ്ടി എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യുന്ന വാപ്പയാകണം, ഉമ്മയാകണം. എപ്പോഴും മക്കൾക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണോ. സുബ്ഹാനല്ലാഹ്, ഈശാദിസ്കാരം കേട്ടിട്ട് ഈ പരപരാന്ന് നിരനിരാന്ന് കേൾക്കുന്ന ഈ ഗ്രൗണ്ടിന്റെ ഉള്ളറകളിൽ വന്ന് വാഴ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എപ്പോഴും മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. ഉമ്മ എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യണം. അതിനോടൊപ്പം മഹാരഥന്മാരെ കണ്ടാൽ, ദുആയ്ക്ക് ഇജാബത്തുള്ളവരെ കണ്ടാൽ അവരുടെ കൈ പിടിച്ചിട്ട് പറയണം, എന്റെ പൊന്നുമോൻ സ്വാലിഹായി വളരാൻ, എന്റെ പൊന്നുമോൾ സ്വാലിഹത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കണോ. നോക്കൂ, ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തരായ പണ്ഡിതനല്ലേ, അറിവിന്റെ നിധികുംഭമല്ലേ, അറിവിന്റെ പാലാഴി കടഞ്ഞെടുത്ത മഹാനല്ലേ, അറിവിന്റെ സാഗര അലകളിൽ അവിടുന്ന് അലയടിച്ചുയരുന്ന അറിവിന്റെ അലമാലകളിൽ അവിടുന്ന് സഞ്ചരിച്ച മഹാനല്ലേ ആ ഇമാമുനാ ഗസാലി റഹ്മത്തുള്ളാഹ്. ആ ഇമാം ഗസാലിയുടെ പ്രിയപ്പെട്ട ഉപ്പ എപ്പോഴും കുഞ്ഞുനാളിൽ അവിടുന്ന് അലുവ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ ഉപ്പ എപ്പോഴും ഗസാലി തങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല, രുചികരമായ അലുവ കഷ്ണങ്ങൾ അവിടുന്ന് മുറിച്ചെടുത്തിട്ട് അക്കാലഘട്ടത്തിലെ സയ്യിദന്മാരുടെ അടുക്കലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ഔലിയാക്കന്മാരുടെ അടുക്കലും ചെന്നിട്ട് ഈ മധുരമുള്ള അലുവ അവർക്ക് സമ്മാനിച്ചുകൊണ്ട് ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. അല്ലാഹുവേ, ആ ദുആഇന്റെ പ്രതിഫലമായിട്ടല്ലേ ഇമാം ഗസാലി എന്ന പണ്ഡിത പടുവിനെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യിപ്പിക്കണം, ദുആ ഇറക്കണം. പ്രവാചകന്മാരെവിടുന്ന് ദുആ ചെയ്തില്ല തന്റെ മക്കൾക്ക് വേണ്ടി? പ്രവാചകന്മാരെപ്പോഴും അവിടുന്ന് ദുആ ചെയ്തില്ലേ? ഇബ്രാഹിം നബി അവിടുന്ന് ദുആ ചെയ്തത് ഖുർആനിൽ അവിടുന്ന് കാണുന്നില്ലേ? അങ്ങനെ എത്രയെത്ര പ്രവാചകന്മാർ തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു പോയി. അൽഹംദുലില്ലാഹ്, മക്കൾ അല്ലാഹു തന്ന വരദാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. മക്കൾ അല്ലാഹു തന്ന സമ്മാനങ്ങളാണ്, അനുഭൂതികളാണ്. മക്കൾ അല്ലാഹു തന്ന പരിശുദ്ധമായ സമ്മാനങ്ങളാണ്. അവർ കണ്ണിന് കുളിർമയുള്ള മക്കളായി വളരണമെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ പ്രവാചകൻ അവിടുന്ന് പറയാണ്. 3 ദുആകൾ അല്ലാഹുവിന്റെ കോടതിയിൽ എത്താതിരിക്കില്ല. 3 ദുആകളെ അല്ലാഹു തട്ടിക്കളയില്ല. അതിലൊന്നാമത്തെ ദുആ എന്നറിയോ? ആരുടെ ദുആ എന്നറിയോ? ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ്. രണ്ടാമതായി ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയില്ല. എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യണം. ഉമ്മമാര്, മക്കളെ പ്രാകല്ല ഉമ്മമാര്, മക്കളെ ശപിക്കല്ല ഉമ്മമാര്. സമയം കിട്ടുമ്പോഴെല്ലാം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ മക്കളെ നീ സംസ്കാര സമ്പന്നനാക്കണേ അല്ലാ. ധാർമ്മികതയുടെ വിപ്ലവനായകനാക്കണേ അല്ലാ. നാടിനും വീടിനും മഹല്ലിനും ദീനിനും രാജ്യത്തിനും ഗുണമുള്ള നല്ലൊരു മോനാക്കണേ അല്ലാ.
അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയൂല. എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ദഅവത്തുൽ മുസാഫിർ, മുസാഫിറുകളുടെ ദുആയും അല്ലാഹു സ്വീകരിക്കുമെന്ന അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ദുആ അവിടുന്ന് സ്വീകരിക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കൊരു വിഷമം വന്നാൽ സയ്യിദന്മാരുടെ അടുക്കൽ പോകലുണ്ടത് കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് ദുആ ചെയ്താൽ ഈ ലോകത്ത് നിനക്കാരെങ്കിലും കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ ആ ദുആ നിരസിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മാന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, വിഷമങ്ങളുടെ പരമ്പരകൾ വരുമ്പോ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പറയണം, ഉമ്മ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം ഉമ്മ. വല്ലാതെ വിഷമത്തിലാണ് ഉമ്മ, വല്ലാതെ പ്രയാസത്തിലാണ് ഉമ്മ, വല്ലാതെ നഷ്ടത്തിലാണ് ഉമ്മ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഉമ്മ കൈയുയർത്തിയിട്ട് നിസ്കാരപ്പായിൽ കുതിർന്ന കണ്ണുമായി റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ആ ഉമ്മ ദുആ ചെയ്താൽ നിന്റെ പ്രശ്നങ്ങൾ അവിടുന്ന് എല്ലാം മാറിപ്പോകും ചെറുപ്പക്കാരാ. ഏത് വിഷമങ്ങളാണെങ്കിലും മാറിപ്പോകും ചെറുപ്പക്കാരാ. എത്ര പ്രതിസന്ധിയാണെങ്കിലും മാറിപ്പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദഅവത്തുൽ വാലിദി അല്ലാഹു തആല മാതാപിതാക്കളുടെ ദുആ സ്വീകരിക്കുമെന്നാണ് മദീന പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കുഞ്ഞുമക്കളെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുവരുമായിരുന്നു ദുആ ചെയ്യാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരുന്ന ആ കുഞ്ഞുമക്കളുടെ തലയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മദീനയിലെ മസ്ജിദുൽ നബവിയുടെ മുറ്റത്ത് ഒരു പാവപ്പെട്ട പൊന്നുമ്മ ഒരു മകനുമായി എത്തി. ആ പൊന്നുമോന്റെ പേര് അനസ് എന്നാണ്. അനസ്, ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ തലയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രകാരം ദുആ ചെയ്തു, ഇലാഹായ നാഥാ, ഈ അനസിന് നീ ഇൽമ കൊടുക്കണേ അല്ലാ, ഈ അനസിന് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ഈ അനസിന് ഹിക്മത്തും ഈമാനും ഇൽമും അനസിന്റെ ഹൃദയാന്തരങ്ങളിൽ നിറച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതിന്റെ പേരില് ലോകപ്രശസ്തരായ ഹദീസിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ അവഗാഹങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പരിശുദ്ധമായ നാവിൻ തുമ്പിൽ നിന്ന് നടന്നു വരുന്ന അലമാല പോലത്തെ മനുഷ്യ സംഹിതയ്ക്ക് വേണ്ടി മുടിഞ്ഞിട്ടുള്ള മുടികൾ പിറക്കി കൂട്ടിയ മഹാരഥന്മാരിലെ മാണിക്കക്കല്ലായി അനസ് റളിയല്ലാഹു അൻഹു മാറിപ്പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കൺകുളിർമയുള്ള മകനായ മക്കൾ വളരണമെങ്കിൽ, മകളായി വളരണമെങ്കിൽ കുട്ടികളോട് കരുണ കാണിക്കണമെന്ന് മഹാന്മാര് പറയാ. കരുണ അതെപ്പോഴും കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തില് 10 മക്കളുള്ള ഒരു സ്വഹാബി മഹാനായ ഹാസിബ് റളിയല്ലാഹു അൻഹു, 10 മക്കളാണ് ഹാസിബ് റളിയല്ലാഹു അൻഹുവിന്. 10 മക്കളുള്ള ഹാസിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടി വന്നു മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. മുത്തുനബിയുടെ പേരക്കുട്ടി ഹസൻ എന്ന കുഞ്ഞുമോൻ ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ
റസൂല് ഹസനിനെ എടുത്ത് നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച് കാരുണ്യത്തിന്റെ പ്രവാഹങ്ങളിൽ മുത്തം കൊടുക്കുന്നു. ആ മുത്തം കൊടുക്കുന്നത് കണ്ടപ്പോ ആസിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നബിയേ, ഞാനെന്തൊരു ഹതഭാഗ്യനാണ് റസൂലേ, ഞാനെന്ത് മൃഗീയ സ്വഭാവമുള്ള ആളാണ് നബിയേ. 10ഓളം മക്കളെ അല്ലാഹു തന്നിട്ട് ഇന്ന് വരെ ആ മക്കളുടെ മുഖത്ത് ഞാൻ മുത്തിയിട്ടില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂല് ഹാസിബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഹാസിബേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കരുണയെ എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് റസൂലുള്ള പറയാ, മല്ലാ യർഹമു വലാ യുർഹമ. ഒരാള് കാരുണ്യം അവിടുന്ന് കൊടുത്താലേ, കാരുണ്യം കൊടുത്താലേ അല്ല നമുക്ക് കാരുണ്യം തരികയുള്ളൂ. കാരുണ്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണോ? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദർഭത്തില് മിമ്പറിൽ നിന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗത്തിൽ വിശാലമായ വിഷയങ്ങൾ അവതരിക്കുമ്പോ ആ അവതരിപ്പിക്കുന്ന വിഷയം കേട്ടിട്ട് സ്വഹാബാക്കൾ അന്തം വിട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുത്ബ ഓതുന്ന പ്രഭാഷണം നടത്തപ്പെടുന്ന മിമ്പറിന്റെ ചോട്ടിൽ വന്ന് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും കളിക്കുകയാണ്, കല്ല് കൊണ്ടുള്ള കളി. റസൂലുള്ള പ്രസംഗം കഴിഞ്ഞ് ഖുത്ബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ മിമ്പറിന്റെ ചോട്ടിൽ നിന്ന് കല്ല് കളിച്ച പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളെ വാരിയെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മുത്തമിട്ട റസൂല് കാരുണ്യത്തിന്റെ പ്രതീകമാണ്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എത്ര കർക്കശമായിട്ട് അവരോട് പെരുമാറുമായിരുന്നു. ആ റസൂലാണ് മാതൃക കാണിച്ചത്. കുഞ്ഞുങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണോ? അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോ, സുജൂദിൽ കിടക്കുന്ന നേരത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിൽ കയറി അവിടുന്ന് കളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഹുസൈന്റെ കളി കഴിയുന്നത് വരെ മുത്തുനബി അവിടുന്ന് സുജൂദ് ദീർഘിപ്പിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കുകയാണ്. ഹുസൈനെ കളിച്ചു കഴിഞ്ഞിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വന്നില്ല. അതുവരെയും ഹുസൈൻ തങ്ങൾക്ക് വേണ്ടി, ഹുസൈൻ എന്ന പേരക്കുട്ടിക്ക് വേണ്ടി സുജൂദിൽ അവിടുന്ന് കഴിച്ചു കൂട്ടിയ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരം മസ്ജിദുൻ നബവിയിൽ ദീർഘനേര നിസ്കാരത്തിന് വേണ്ടി റസൂല് കൈകെട്ടുകയാ. ദീർഘനേര നിസ്കാരത്തിന് വേണ്ടി നബി തങ്ങൾ കൈകെട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇതാ കുറച്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു. മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്നതാ നിസ്കാരത്തിൽ നിന്ന് പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്ന ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കരയിക്കലേ, അവരോട് കരുണ കാണിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. ദീർഘനേരം നിസ്കരിക്കാൻ കൈകെട്ടിയ റസൂല് കുഞ്ഞുമക്കളുടേതായ കരച്ചിൽ കേട്ട് മനസ്സലിവോടുകൂടി തന്റെ നിസ്കാരം അവിടെ അവസാനിപ്പിച്ച് മസ്ജിദുൻ നബവിയുടെ മുന്നിൽ വന്ന ആ കുട്ടികളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, പെട്ടെന്ന് കുഞ്ഞുങ്ങളെ എടുക്കണോ? അല്ലാ കാരുണ്യം ഒരു കടലാണെങ്കിൽ ആ കടലിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൺകുളിർമയുള്ള മക്കളെന്ന വിഷയം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൂന്നാമതായ മഹാന്മാര് പറയാണ്, മക്കൾക്കിടയിൽ അവിടുന്ന് നീതി കാണിക്കണോ? നീ മൂട്ടവന് നല്ല 500 രൂപയുടെ ഒരു ഡ്രസ് എടുത്തെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള ഡ്രസ് തന്നെ നിന്റെ ഇളയ മകനും എടുക്കണോ? ഒരേ രൂപത്തിലുള്ള ഭക്ഷണം, ഒരേ രൂപത്തിലുള്ള മിഠായി, എല്ലാ നിലയിലും നീതി പുലർത്തണമെന്ന് മഹാന്മാര് പറയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്റെ മക്കൾക്ക് ഞാൻ അവിടുന്ന് ഒരു അടിമയെ കൊടുത്തു എന്റെ മുന്നുമോന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ നുഅ്മാനിന് മാത്രമാണോ കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ
ഒരു മകന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഞാൻ സമ്മാനം കൊടുത്തവർക്ക് ഖാദിമീങ്ങളായ അടിമയ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീതിയുക്തമായി നീ പെരുമാറി, ഇത് മാതൃകയുള്ള ഒരു പിതാവിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ, നീതിപൂർവം നമ്മുടെ മക്കളോട് പെരുമാറണോ. അത് കൺകുളിർമയുള്ള മക്കളായി മാറാൻ മൂന്നാമത് മഹാന്മാര് കാണിച്ചു തന്ന മാർഗമാണ്. നാലാമത്തെ മാർഗം ഏതെന്നറിയോ? മക്കൾക്ക് നാം നല്ല മാതൃകയായി കാണിച്ചു കൊടുക്കണോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഒരു വാപ്പയായിരിക്കുന്ന എന്നെ തന്നെയാണ് അവരുടെ കണ്ണും കാതും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എന്ത് പറയുന്നോ അത് മക്കൾക്ക് സമവാക്യമാണ്. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നവോ അവരത് അഡോപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് മാതൃകയാകേണ്ടത് വാപ്പയാണ്. കുടുംബമാകുന്ന യൂണിവേഴ്സിറ്റിയിലെ വൈസ് പ്രിൻസിപ്പള് അത് പ്രിയപ്പെട്ട വാപ്പയാണ്, ഉമ്മയാണ്. നിങ്ങൾ അവിടെ നിന്ന് മാതൃകയാകണമെന്ന് മഹാന്മാര് പറയാ. വാപ്പ പുകവലിക്കുന്നവനാണെങ്കിൽ പ്രിയപ്പെട്ട പൊന്നുമോനെങ്ങനെ പുകവലിക്കാതിരിക്കുന്നത്? വാപ്പ മദ്യപിക്കുന്നവനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ മാതൃക കാണിച്ചു കൊടുക്കുകയല്ലേ? പോരാ, നാളെ സ്വാലിഹായ മക്കൾക്ക് ഇമാമായി നമുക്ക് നിൽക്കണ്ടേ? അവർക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ നാം അവിടെ നിന്ന് മാതൃകയാകണം. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ വാർത്തെടുക്കാൻ, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വളർച്ച, സ്വാലിഹീങ്ങളായ മക്കളെ വളർത്തിയെടുക്കാൻ, അവർക്ക് അവബോധം നൽകാൻ, ധാർമ്മികത നൽകാൻ, അവർക്ക് സംസ്കാരം നൽകാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.